ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്ന ഗെസ് ഹൂ, അതായത് നമ്മുടെ ആക്ടേഴ്സിൻ്റെ ചൈൽഡ്ഹുഡ് ഇമേജ് കാണിച്ചേക്കും. നമ്മൾ അത് ആരാന്ന് ഗെസ് ചെയ്യണം. സോ എനിക്ക് കുറച്ച് ആളുകളുടെയൊക്കെ അറിയാം, പക്ഷെ എല്ലാവരുടെയും ഒന്നും അറിയാമെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മൾ ഇന്ന് അതൊരു ഗെയിം ആയിട്ടാണ് കളിക്കാൻ പോകുന്നത്. കാരണം കുറച്ച് നാളായിട്ട് നമുക്ക് കോപ്പിറൈറ്റ്സ് കുറച്ച് വരുന്നുണ്ട്. ഫസ്റ്റ് ചാനൽ പോയത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. കോപ്പിറൈറ്റ്സ് എന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് വിഷമമാണ്. സോ സെവാൽ കുടി എന്ന് പറയുന്നൊരു സോങ് ബില്ല ഇന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ റീസെൻ്റ് കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ മനഃപൂർവ്വം അല്ല ചെയ്യാത്തത്. ഇതിന് കാരണം ഇതാണ്, കോപ്പിറൈറ്റ് സോങ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ട്. സോ അതെനിക്കൊരു പേടിയാണ്. ഫ്യൂച്ചറിൽ അത് സ്ട്രൈക്കായി ബ്ലോക്കായി സീനായി അക്കൗണ്ട് പോകും. എനിക്ക് ഭയങ്കര കഷ്ടപ്പെട്ട് ഫസ്റ്റ് പോയപ്പോൾ ഒരുപാട് വിഷമിച്ച് വന്നതാണ്. സോ അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരല്ലേന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത്. ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നത് അത് ചെയ്യാമെന്ന് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുതരിക, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ എങ്ങനെയാണെന്നും കൂടി എനിക്ക് പറഞ്ഞു തരിക. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്ന് ഇതാണ് റിയാക്ട് ചെയ്തത്. എന്തായാലും നമുക്ക് റിയാക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായാലും നമുക്ക് നോക്കാം. ഗെസ് ഹൂ, സൗത്ത് ആക്ടേഴ്സാണ് നമ്മളിന്ന് എടുത്തേക്കുന്നത്. ദ വീഡിയോസ് ഓൺലി ഫോർ ഫൺ, യു ക്യാൻ പോസ്. ഓക്കെ, പോസ് ചെയ്യാം. 5 seconds ആണ് ഒരു ഇമേജിന് നമുക്ക് തരുന്നത്. 25 പോയിന്റ്, 25 ക്വസ്റ്റ്യൻസിന് 25 പോയിന്റ്സ്. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മഹേഷ് ബാബു, ആദി, ഇതാരാണ് എനിക്കറിയില്ല. എനിക്കറിയാം, അജിത് സർ, തല. ഇതെനിക്ക് പോസ് ചെയ്യേണ്ടി വരും. എനിക്ക് ടൈമർ പെട്ടെന്ന് വേണം. ഇത് കണ്ടിട്ട് താഴെ ഒരാളുടെ മുഖം നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടണേ കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങൾ റൈറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക്. നിങ്ങൾ കറക്റ്റായിട്ട് ഗെസ് ചെയ്യുന്നുണ്ടോ. ഫേസ് അല്ലു അർജുനാണോ? നമുക്ക് അല്ലു അർജുനായിരിക്കും മേ ബി. അല്ലു അർജുൻ. തീരെ ചെറിയ പിക്ക്, തീരെ കൊച്ചു. ഇതിനൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ചെറുപടി വളർന്നാലേ ഫേഷ്യലായിട്ടൊക്കെ മനസ്സിലാൻ പറ്റും. ഭഗത് ഫാസിൽ. ഇതൊക്കെ ആര്? അഖിലേനി. എനിക്കറിയില്ല കേട്ടോ. ഇതൊന്നും എനിക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റണില്ല. ഇതൊക്കെ ആരടാ? കണ്ണ് കണ്ടിട്ട് രാംചരനാണ്. വിഷ്ണു മഞ്ജുവാണ്. ഇത് കണ്ടിട്ട് അല്ലു അർജുനാണ്. അപ്പൊ എനിക്ക് 2 പേർക്ക് ഇതില് 2 ഞാൻ പറഞ്ഞോളൂ. ഇത് ഞാൻ പറയാം, എനിക്ക് മഹേഷ് ബാബു. അയ്യോ എനിക്ക് തോന്നിയതാ. ഞാൻ പറയാം, ഇത് മൂക്കും കണ്ണൊക്കെ കണ്ടിട്ട് എന്തോ പരിചയമുള്ള പോലെ തോന്നുന്നു. വടിവേലു സാറാണ്. ചിരഞ്ജീവി. എനിക്കറിയില്ലായിരുന്നു, സോറി. ഇത് വിജയ് ദേവരകൊണ്ട. കറക്റ്റ് ആയിരിക്കും, എനിക്കറിയാം. ഫേസ് ഒരു മാറ്റമില്ല, വലിയ മാറ്റങ്ങളൊന്നുമില്ല. കുറച്ച് മെന്ലി ആയിരുന്നുള്ളൂ. ഇത്രയും മാർക്ക്. ധനുഷ്. ഇത് ഈസി, ഇങ്ങനത്തെ ഈസി ഒക്കെ തരൂ.
ധനുഷ്. Four mark. ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിരിക്കണ്. ആരാണ്? ഇത് അറിയൂല. സ്കിപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ ടെൻഷനാണ്. വരുൺ കേസ്. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. DQ എനിക്കറിയാം. DQ സൂര്യ. കണ്ണുണ്ട്, അറിയാം. കുഞ്ഞിൽ എന്ത് ക്യൂട്ടല്ലേ. 6 marks. എപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ തോന്നുന്നു. തളപതി. ജോസഫ് ജെയിംസ്. ഇത് എനിക്കറിയാം. പേര് എനിക്കറിയാം. ഈച്ചയിലെ വില്ലനില്ലേ, പുള്ളിയുടെ പേര്? അയ്യോ, അതാന്നാണ് എനിക്ക് തോന്നണ. അയ്യോ, പേരെനിക്കറിയില്ല. പേരെനിക്കറിയാം. സുദീപ്. കിച്ച സുദീപ്. കുറച്ച് 7 mark. ഇതാര്? ലാലേട്ടനാ? ലാലേട്ടൻ. അയ്യോടാ. ജൂനിയർ NTR. നെക്സ്റ്റ് ഞാൻ നോക്കാം. രാംചരൺ. റാണ. നെക്സ്റ്റ് ഞാൻ തകർക്കും. അയ്യോ, ഇതൊന്നും എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. അറിയില്ല. സ്കിപ്പ് ചെയ്യാൻ ഞാൻ. സോ ക്യൂട്ട്. അറിയില്ല. എന്നാലും ഗസ് ചെയ്യാല്ലേ. ആക്ടേഴ്സ് മാത്രമല്ല, ആക്ട്രസ് ഇല്ലല്ലോ. ആരായിരിക്കും? ഒരാളുടെ ജയ് മേ ബി. രാംപോത്തിനീനിയ. മഹേഷ് ബാബു. ചിരി കണ്ടിട്ട് എനിക്ക് തോന്നണേ. പ്ലീസ്. 8 mark അല്ല 9 mark. ഈ തീരെ കുഞ്ഞൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? അറിയില്ല. കണ്ണെന്തോ പരിചയമുള്ള ആളെ പോലെ ഇരിക്കുന്നു. നമ്മുടെ മറ്റേ പുള്ളിയുടെ പേരെന്തായിരുന്നു? ചിരഞ്ജീവിയുടെ മകൻ്റെ പേരെനിക്കറിയില്ല. ഈ പുള്ളീനെ ഞാൻ ഉദ്ദേശിച്ച പേരറിയില്ല. എനിക്ക് മാർക്കില്ല. ഇത് ആരായിരിക്കും? പിള്ളേരുടെയൊക്കെ ഫോട്ടോ നോക്കി പറയാൻ എന്ത് പാടല്ലേ. ആരായിരിക്കും? അറിയില്ല. സ്കിപ്പ് ചെയ്യാം. പ്രഭാസ. അടുത്ത ആള്. നിങ്ങളിങ്ങനെ പെട്ടെന്ന് ടൈമറൊക്കെ പോണു. ഭയങ്കര പാടാട്ടാ. എനിക്കറിയില്ല. നിതിൻ. അറിയത്തില്ല. ഇത് പാടാ. ഇത് ഇത്ര പാടായിരുന്ന മൂക്കാണ്. എനിക്കറിയില്ല. സായി ധരാം തേജ്. അറിയില്ല. അറിയാത്തതുകൊണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു. നല്ല ചിരിച്ച വാവ. പറ. എനിക്കറിയില്ല. ബോണസാ. ഇതാരാന്ന് നോക്കാൻ എക്സ്ട്രാ ബോണസ് തന്നേക്കണവര്. തോറ്റത് കൊണ്ടായിരിക്കും. ജീവ. താങ്ക് യു. ഗൈസ്, ഞാൻ
എനിക്ക് 9 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി തമിഴ് ആക്ടേഴ്സ് കുറച്ച് നമുക്ക് അറിയുന്നുള്ള ഫേവറേറ്റ് ആക്ടേഴ്സിൻ്റെ മാത്രം പേരെ അറിയാവൂ, വേറെ ആരുടെ പേര് പറയില്ല. ഇത് ഇത്ര പാടായിരുന്ന ഒരു കൊച്ചിൻ്റെ ഫേസ് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര പാട്. അപ്പോൾ 25-ന് എനിക്ക് 9 കിട്ടി. താങ്ക് യു എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഗെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ്. നിങ്ങൾക്ക് മീൻസ് നിങ്ങൾ ഗെസ് ചെയ്തു ഇത് കറക്റ്റ് ആയിരുന്നു എന്നുള്ളത്. മീൻസ് ഇതിൽ കുറച്ച് നടന്മാരെ എനിക്ക് അറിയത്തില്ല, മീൻസ് അറിയാം, പേരറിയത്തില്ല. പിന്നെ കുറച്ച് പേരുടെ ഞാൻ പേര് മറന്നുപോയത്, അല്ലെങ്കിൽ ഞാൻ നാഗചൈതന്യൊക്കെ ഞാൻ മറന്നുപോയതാണ്. ഓ ഗോഡ് ഗൈസ്, എനിക്ക് എന്തായാലും ചലഞ്ച് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇനി ഫ്യൂച്ചറിൽ കുറച്ച് ചലഞ്ചസ് ഇതുപോലെ കൊണ്ടുവരുന്നതായിരിക്കും. ബിക്കോസ് നമ്മുടെ ഇത് റിയാക്ഷൻ ചാനലാണ്, അപ്പോൾ നമ്മൾ വെറൈറ്റി കൈൻഡ് ഓഫ് റിയാക്ഷൻസ് കൊണ്ടുവരണം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം സജസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഞാൻ ഇവിടെ കൊടുത്തേക്കാം. സോ നിങ്ങൾ എനിക്ക് വീഡിയോ സെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിങ്ങനെ സജഷൻ പറഞ്ഞു തരുകയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എന്താണ്, നമ്മൾ സോങ്ങിനെക്കാളും കൂടുതൽ ഇപ്പം ചെയ്യാൻ ട്രെയിലേഴ്സാണ്. ഇപ്പോൾ പുതിയ ട്രെയിലേഴ്സ് ഇറങ്ങുമ്പോൾ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അതുവരെ നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ഒക്കെ കളിച്ചങ്ങ് പോവാം. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.